ഏറ്റവും വലിയ ഫുഡ് ഫെസ്റ്റിവലിലേക്കാണ്. കോഴിക്കോടിൻ്റെ മുക്കിലും മൂലയിലും കാതോർത്താൽ സംഗീതത്തിൻ്റെ മാസ്മരിക നാദം കേൾക്കാം. വലുതും ചെറുതുമായ സംഗീതജ്ഞരുടെ കൂട്ടായ്മയിൽ നിന്നും മുമ്പും പിമ്പും പുറത്തേക്കൊഴുകിയെത്തിയ പാട്ടുകൾ. അതുകൊണ്ട് തന്നെയാകാം കോഴിക്കോട് വെച്ച് ഇത്രയും വലിയൊരു ഭക്ഷണോത്സവം നടക്കുമ്പോൾ അവിടെ മുഴുവൻ സമയവും ആസ്വദിക്കാവുന്ന പാകത്തിൽ സംഘാടകർ ഒരു സംഗീത വിരുന്നൊരുക്കിയതും. വൈവിധ്യങ്ങളായ ഭക്ഷണോത്സവങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ ഭക്ഷണ വൈവിധ്യങ്ങളിലെ വൈവിധ്യങ്ങളാണ് ഈ ഫുഡ് ഫെസ്റ്റിവലിനെ വ്യത്യസ്തമാക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭക്ഷണങ്ങൾക്ക് പുറമെ യുപിയും ഉത്തരാഖണ്ഡും കടന്ന് കാശ്മീർ വരെ എത്തി നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളുടെ നീണ്ട നിര. 22 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ ഇനം ഭക്ഷണങ്ങൾ. വൈകുന്നേരം 3 മണി മുതൽ 10 മണി വരെയാണ് സമയം. കൂടാതെ കോഴിക്കോട്ടെ പഴയതും പേരുകേട്ടതുമായ ഭക്ഷണ സംരംഭങ്ങളുടെ ഉടമകളുമായുള്ള ചർച്ച, സ്ത്രീ സംരംഭകരുടെ പാനൽ ഡിസ്കഷൻ, ഫുഡ് ഫോട്ടോഗ്രാഫി, ഭക്ഷ്യസുരക്ഷ എന്നിങ്ങനെയുള്ള വിവിധോദ്ദേശ പരിപാടികൾ കൂടിച്ചേർത്ത് ഈ ഫുഡ് ഫെസ്റ്റിവലിനെ സംഘാടകർ മറ്റൊരു തലത്തിലേക്ക് തന്നെ എത്തിച്ചിരിക്കുന്നു. We have a desert from Himalaya, Uttarakhand, and we have Besan ka prasad. You people call it prasadam, and Himalaya people call it prasad. When we perform puja there, then after puja, we distribute some sweets. So this is the prasad from Uttarakhand. The ingredients are gram flour, ghee, dried fruits. So this is good for health and sweet also. You can make barfi also. If you fridge, then you cut it and then make barfi. സംശയഭേദമന്യേ പറയാം, എല്ലാവർക്കും കുടുംബസമേതം പോകാം, കാണാം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.